ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. ഈ വീഡിയോ മുടങ്ങാതെ ലാസ്റ്റ് വരയ്ക്കും കണ്ടാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് ബദാം 10 മണിക്കൂർ കുതിർത്തതാണ്. നല്ലതുപോലെ കുതിർന്നാൽ മാത്രമേ നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇതേ കപ്പിൻ്റെ അളവിൽ തന്നെ 1 കപ്പ് ബദാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ലതുപോലെ കുതിർത്ത് തൊലി കളഞ്ഞെടുത്ത് മിക്സിയുടെ ജാറിലേക്കിട്ട് വെള്ളം ഒഴിക്കാതെ നമുക്ക് അരച്ചെടുക്കാം. ആദ്യം ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. വെള്ളം ഒഴിക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്, എന്നാലേ എല്ലാം ഒന്ന് പൊടിഞ്ഞു കിട്ടുള്ളൂ. ഇതുപോലെ നല്ല രീതിയിൽ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. നല്ല കട്ടിയുള്ള പാലാണിത്. ഇതിലേക്ക് ഇനി 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഒന്നായിട്ട് ഈ വെള്ളം ഒഴിക്കാൻ പാടില്ല. കുറേശ്ശെ ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. ഇങ്ങനെ 2 ഗ്ലാസ് വെള്ളവും ഞാൻ ഇതിലേക്ക് ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ട്. എന്നാലും പാലിന് കുറച്ച് കട്ടിയുണ്ട്. നമ്മൾ ഇത് എടുക്കുമ്പോൾ അതിൽ ഒന്ന് വെള്ളം കൂടി ചേർത്ത് വേണം ഡൈല്യൂട്ട് ചെയ്ത് എടുക്കാനായിട്ട്. നല്ല കട്ടി പാലാണിത്. ഒരു എയർ ടൈറ്റ് കുപ്പിയിലോ ജാറിലോ ഒഴിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 15 ദിവസം വരേക്കും സൂക്ഷിക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയാൽ ഹെൽത്തി ആയിട്ട് നമ്മളെ കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കും ഒക്കെ കൊടുക്കാൻ പറ്റും. നമുക്ക് ആരോഗ്യമായിട്ട് നമുക്കിരിക്കാനും പറ്റും. ബജാറിൽ നിന്ന് വാങ്ങുന്ന ബദാം മിൽക്കിൽ ധാരാളം പ്രിസർവേറ്റീവ് ഉള്ളതാണ്. അതുകൊണ്ട് ഇതുപോലെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. ഈ 1 കപ്പ് ബദാമിൽ നിന്ന് ഇത്ര പാല് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല കട്ടിപ്പാലാണ്. നമ്മൾ കോഫിയൊക്കെ ഇതിലുണ്ടാക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ അളവനുസരിച്ച് എടുത്ത് തയ്യാറാക്കുക. ഇനി നമുക്ക് റാഗി സ്മൂതി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ലോ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ വറുത്തെടുത്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കട്ട ഇല്ലാതെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്ത്, കട്ട പിടിക്കത്തില്ല. നമ്മൾ വറുത്തിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇളക്കുമ്പോൾ ഒട്ടും കട്ട പിടിക്കാതെ തന്നെ നമുക്ക് നല്ലതുപോലെ മിക്സായി കിട്ടും. കുറച്ച് വറുത്തതിന് ശേഷം നമ്മൾ ഉപയോഗിച്ചാലാണ് നല്ല ടേസ്റ്റ്. ഞാൻ ഈ റാഗിപ്പൊടി വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. കുരുപ്പിച്ചതിന് ശേഷം ഞാനിത് പൊടിച്ച് വറുത്ത് ഒരു പാത്രത്തിലിട്ട് സൂക്ഷിച്ച റാഗിപ്പൊടിയിലാണ് ഞാൻ ഈ സ്മൂതി ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. റാഗി എങ്ങനെ സ്പ്രൗട്ട് ചെയ്തെടുക്കാം ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ്. എന്നിട്ട് ലോ മീഡിയം ഫ്ലെയിമിൽ വച്ച് നമുക്ക് നല്ലതുപോലെ കുറുക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ കുറുകി വരും. ഹൈ ഫ്ലെയിമിൽ വച്ച് കുറുക്കാതെ ലോ മീഡിയം ഫ്ലെയിമിൽ വച്ച് വേണം കുറുക്കാനായിട്ട്. നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കുമ്പോൾ സാധാരണ വെള്ളം വേണം ഒഴിച്ച് ഇത് കലക്കിയെടുക്കാനായിട്ട്, ചൂടുവെള്ളം ഒഴിക്കാതെ. ഇതെല്ലാം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റൗ ഓൺ ചെയ്ത് പാത്രം വച്ച് ഇതുപോലെ കുറുക്കിയെടുക്കാവൂ. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. ഞാനിതിലേക്ക് 2 ചെറിയ ക്യാരറ്റ്, പുഴുങ്ങിയ ക്യാരറ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 പേർക്കുള്ള സ്മൂതിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് 2 ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വെയിറ്റ് ലോസിനും ശരീരത്ത് രക്തമില്ലാത്തവർക്ക് രക്തമുണ്ടാകാനും നമ്മുടെ സ്കിന്നിന് തിളക്കം വയ്ക്കാനും വളരെ നല്ലതാണ് ഈ റാഗി സ്മൂതി. അതുപോലെ 2 സ്പൂൺ ചിയ സീഡ് ഒരു അരമണിക്കൂർ കുതിർത്തതിന് ശേഷം ഇതുകൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് ബദാം പാല് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചുക്കുപൊടി, 1 പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് നല്ലതുപോലെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഇത് കറക്റ്റായിട്ട് 2 ഗ്ലാസ്സിൽ 2 പേർക്ക് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിൽ മധുരം ഒന്നും ചേർത്തിട്ടില്ല. ഹസ്ബൻഡിന് ഞാനിതിൽ 1 സ്പൂൺ മധുരം ചേർത്തിട്ടുണ്ട്. എനിക്ക് കുടിക്കാനുള്ളതിൽ ഞാൻ മധുരം ചേർക്കാതെയാണ് ഞാനിത്
ഉപയോഗിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.